ഹേ ഗൈസ്, വെൽക്കം ബാക്ക് അടുത്തൊരു വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അതേ നമ്മളിന്ന് കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ഇട്ട് വന്നേക്കോട്ടോ. നമ്മളിന്ന് ക്യാമ്പിനുമാണ് പഴയതുപോലെ തന്നെ പ്രാക്ടീസ് മാച്ചൊക്കെ ആയിട്ട് നമ്മളിന്ന് പോകുമ്പോൾ കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ 2025 ചെയ്ത് ഇതേപോലെ ക്യാമ്പിന് പോകാമെന്നും പറഞ്ഞൊരു പോക്ക് ഞാൻ പോയതാണ്. അതിന് ശേഷം അതിൻ്റെ മാച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് വഴുതിലെ വെച്ച് ചെറിയൊരു ഇഞ്ചുറി പറ്റി. ആ ഇഞ്ചുറി ഇതേ ഈ കാണുന്ന കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറേ നാൾ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മളിത് നടുവിനും ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ചെറിയൊരു നീര് പോലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഐസൊക്കെ വെച്ച് കുറച്ച് മരുന്ന് ടാബ്ലറ്റൊക്കെ ആയിട്ട് നമ്മളങ്ങനെ നല്ല റെസ്റ്റില്ല 2 മാസത്തെ ഏകദേശം 2 മാസം റെസ്റ്റിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് ക്യാമ്പിലേക്ക് വിട്ടത് ഇന്ന് നാട്ടിലോട്ട് പോകട്ടോ. ഏറെക്കുറെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട് കൊണ്ടുപോകാനായിട്ട്. ഞാൻ ഗോവയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ അതൊക്കെ വഴിയെ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഇഞ്ചുറി കാരണം എനിക്കാണെങ്കിൽ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഏറെക്കുറെ എൻ്റെ സ്റ്റാമിന, സ്ട്രെങ്ത്, ഈ വർക്കൗട്ടൊക്കെ എല്ലാം. അതിന് ശേഷം ഞാൻ വീണ്ടും എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് വർക്കൗട്ട് ഞാൻ ചെയ്യാൻ നോക്കി. മാക്സിമം ഈ ഇഞ്ചുറി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഒത്തിരി ഓവറായിട്ട് ചെയ്യാണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്യാവശ്യം ഒത്തിരി സ്ട്രഗിൾ ചെയ്യാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാകും കേട്ടോ. രാവിലെ വൈകുന്നേരമൊക്കെ ഒരു ജസ്റ്റ് ഓടാൻ പോകും, അതേപോലെ ജസ്റ്റ് ഇടയ്ക്കുള്ള കളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെയുള്ള മാച്ചസുകൾ കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് എടുക്കാൻ പറ്റിയൊരു സാഹചര്യം അതേപോലെ പറ്റിയൊരു മൈൻഡും ഇല്ലായിരുന്നു. കാരണം അത്രയ്ക്കും ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് നമ്മളിപ്പോൾ വീണ്ടും ഒരുമാതിരി ഒരു ഇത് കയറി വരുന്നത്. പിന്നീട് നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കുന്നത്തിട്ടേക്കണം നമ്മൾ ഇന്നലെ ക്യാമ്പിനായിട്ട് ഡ്രസ്സിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്കത് വീട്ടിൽ അലക്കാൻ പറ്റില്ല. അതുകൊണ്ട് ട്രാവലിംഗ് ബാഗെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് മൊത്തത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതാവുള്ള ഡ്രസ്സും വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇനി പോയിട്ട് ഫ്രഷ് ആവണം. അതിനുശേഷം ഞാൻ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം ചോദിച്ചാൽ എന്തിനാണ് മുടി വെട്ടിയത്? നമ്മൾ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി വെട്ടിയതാണ്, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളിത് ഡ്രസ്സൊക്കെ ഇട്ട് ഫ്രഷ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ച് വൈറ്റ് ഹാബി വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ബസ്സാണ്, 12 റോബിൻ. നേരെ തൊടുപുഴ കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വൈറ്റ് ലാബിൽ തന്നെ ബസ്സിനകത്ത് കയറാം. നല്ല ചൂടുണ്ട്. അതുപോലെ ചില്ലിട്ട ബസ്സായതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഏറെക്കുറെ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് 12:50 2:40 വീടിന് അവിടെ എത്തും. ഇപ്പോൾ ഗൈസ് അടുത്ത വീട്ടാണ് വരെ. ബൈ ഗൈസ്.